ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരാത്മീകന്റെ ജീവിതത്തിലെ പെരുമാറ്റ പിഴവുകൾ എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നത്. നാളുകളായി ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഇന്ന് ഈ സന്ദേശത്തിലൂടെ മറുപടി ലഭിക്കുമെന്ന് നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു. ആത്മീക നേതൃത്വങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ മനസ്സ് വേദനിപ്പിച്ചവർ, പിന്മാറ്റത്തിലേക്ക് അത് കാരണമായി പോയവർ, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, എന്തുകൊണ്ട് ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർ, ഇത്ര വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നവർ, എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇതുണ്ടാകുന്നില്ല? രണ്ടാമത്തേത്, ചിലരുടെ ഉള്ളിലുള്ള സംശയം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവവചനം വായിച്ചിട്ടും ആരാധനയ്ക്ക് പോയിട്ടും എന്തുകൊണ്ട് ചില സമയങ്ങളിൽ എൻ്റെ സ്വഭാവത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകുന്നില്ല? എൻ്റെ പെരുമാറ്റങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലേക്ക് പോകുന്നു? ഈ കാര്യങ്ങളെയെല്ലാം പരിശോധിച്ചുകൊണ്ട് കൃത്യമായൊരു മാർഗനിർദ്ദേശം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പെരുമാറ്റത്തിലെ ഈ പിഴവുകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ്. എന്താണ് ആ പ്രശ്നം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അന്തർഭാഗത്തുണ്ടാകേണ്ടുന്ന ആത്മീയതയും വിശുദ്ധിയും ബാഹ്യമായ തലങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ഹൃദയാന്തർഭാഗത്തുള്ള വിശുദ്ധി വ്യക്തമായി പ്രതിഫലിക്കേണ്ടതാണ്. പല സമയങ്ങളിലും ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പെരുമാറ്റത്തിലെ പിഴവുകൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ആന്തരികമായ രൂപാന്തരവും ആന്തരികമായ വിശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിഘ്നം കൂടാതെ ചടങ്ങുകളായി പ്രാർത്ഥനയും ആരാധനയും തിരുവചന ധ്യാനവും എല്ലാം അതിൻ്റെ മുറയ്ക്ക് നടന്നു പോകുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്ന ചില രൂപാന്തരങ്ങൾ അകത്ത് ഉണ്ടാകുന്നില്ല. ദൈവനാമ മഹത്വത്തിനായി പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആത്മീക ഫലങ്ങൾ മിക്കപ്പോഴും പല വ്യക്തികളിലും അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടാത്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഞാൻ കുറച്ചുകൂടെ ലളിതമായി ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വേദഭാഗത്തിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും നമ്മളോട് സംസാരിക്കും. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഞാൻ അതിനെ ലളിതമാക്കി പറയാം. ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട്, അടുത്തത്, ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലും ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസാക്ഷി സാക്ഷ്യം തന്നെ, ഞങ്ങളുടെ പ്രശംസ. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിച്ച കുറച്ച് വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധി ദൈവം നൽകുന്ന വിശുദ്ധിയാണ്, ദൈവകൃപയിൽ നിന്നുള്ള ആ വിശുദ്ധിയാണ്. ആ വിശുദ്ധി എവിടെയെല്ലാം ഉണ്ടായിരുന്നു? ലോകത്തിലും വിശേഷാൽ നിങ്ങളിലും. ജഡജ്ഞാനത്തിലല്ല. നമ്മൾ മനസ്സിലാക്കുക, വേദപുസ്തകത്തിലെ കുറച്ച് അറിവുകൾ സമ്പാദിച്ചതുകൊണ്ട്, ജ്ഞാനിയാണെന്നുള്ള ഒരു പേര് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ആത്മീയരാകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ആത്മീയത പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു ശലോമോൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത അവസാനം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ജ്ഞാനം വർദ്ധിക്കും തോറും, ചില സമയങ്ങളിൽ അറിവ് വർദ്ധിക്കും തോറും അഹങ്കാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അറിവ് വർദ്ധിക്കും തോറും, ജ്ഞാനം വർദ്ധിക്കും തോറും ദൈവസന്നിധിയിൽ താഴണമെന്നും ദൈവിക ഭക്തിയിൽ ഒരു വ്യക്തി വളർന്നു വരണം എന്നുള്ളതുമാണ്. ഭക്തിയിലും അനുസരണത്തിലും വളർന്നു വരിക, താഴ്മയിൽ ദൈവസന്നിധിയിൽ എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം താഴുക. ഈ 2 കാര്യങ്ങൾ ഒരേ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകണം. നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് പെരുമാറ്റത്തിൽ പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാകുന്നത്? പെരുമാറ്റത്തിലെ പാളിച്ചകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു ദൈവദാസൻ എന്നുള്ള ഒരു പേരാണ് എനിക്ക് സമൂഹത്തിലുള്ളത്. പക്ഷെ ഞാൻ പുറസമൂഹത്തിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഞാൻ അസഭ്യ വർഷങ്ങൾ നടത്തുമ്പോൾ, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുമ്പോൾ, തെറ്റായ വഴികളിൽ ജീവിക്കുമ്പോൾ, എൻ്റെ പെരുമാറ്റത്തിലൂടെ ഞാൻ ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അപമാനിക്കപ്പെടുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ നാമമാണ്. അങ്ങനെയൊക്കെയുള്ള അപമാനിക്കപ്പെടലുകൾക്ക് നമ്മൾ ദൈവസന്നിധിയിൽ ഉറപ്പായിട്ട് കണക്ക് കൊടുക്കണം. 2, പുറം ലോകത്ത് മാത്രമല്ല,
ആത്മീക സമൂഹങ്ങളിലും ആത്മീക നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് പ്രാർത്ഥന നിർത്തി, ആരാധന നിർത്തി, ഇതൊന്നും ശരിയല്ല, ഇവന്മാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ വിശുദ്ധി ബാഹ്യമായ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണമെന്നുള്ളതാണ്. പൗലോസിന്റെ വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ പെരുമാറ്റത്തിൽ ദൈവിക വിശുദ്ധിയിലും ദൈവകൃപയിലും ഞങ്ങൾ പെരുമാറിയിരിക്കുന്നു. അപ്പം ഒരു ദൈവവൈതലിന്റെ അനുദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റത്തിൽ അവൻ ചുറ്റുപാടുമുള്ള സഹജീവികളോട്, സമൂഹത്തിൽ ഒക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ വ്യക്തമായി നിഴലിക്കേണ്ടുന്നത് ദൈവിക വിശുദ്ധിയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം 9 ഫലവും ഓരോ ദൈവഭക്തനിലും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉണ്ടാകുമോ എന്നുള്ളതല്ല, ഉണ്ടാകണം. ആത്മീക വരങ്ങളുണ്ട്, ആത്മീക ഫലങ്ങളുണ്ട്. ആത്മീക വരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ആത്മീക വരങ്ങൾ ദൈവം തൻ്റെ ഇഷ്ടാനുസൃതം ഓരോ വ്യക്തിയിലും തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ വ്യക്തികളിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. പക്ഷെ ആത്മീക ഫലം സകല വ്യക്തികളിലും, ചെറിയവർ തൊട്ട് വലിയവർ വരെ എല്ലാ വ്യക്തികളിലും ഉണ്ടാകേണ്ടതാണ്. ഇതാണ് ആത്മീക ഫലവും വരവും തമ്മിലുള്ള വ്യത്യാസം. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ഫലം എല്ലാവരിലും ഉണ്ടാകണം, വരം ദൈവഹിതപ്രകാരം ദൈവം കൊടുക്കുന്നവരിലാണ് വരമുള്ളത്. പക്ഷെ പല സമയങ്ങളിലും ഈ ഫലം ഉണ്ടാകുന്നില്ല. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങിയ ഈ 9 ഫലവും എല്ലാ വ്യക്തികളിലും നിർബന്ധമായി ഉണ്ടാകണം. ഇതുണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അകത്തെ ആത്മീയതയെ നമ്മൾ സംശയിക്കണം. ഇതൊരു ഗുരുതരമായ ആത്മീക പതനത്തിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ലളിതമായി നിങ്ങളോട് പറയാം. 2001 ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചതോടുകൂടി ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളും ആലോചനകളും പ്രവചനങ്ങളും ഒക്കെ ദൈവം എനിക്ക് തന്ന് വളരെ ശക്തമായി ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വചനം പഠിക്കാനായിട്ടൊക്കെ പോയി. ബൈബിൾ കോളേജിലാണെന്ന് തോന്നുന്നു 2-3 വർഷത്തെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ഒരു നിസ്സാരമായ സംഭവത്തിൻ്റെ അകത്ത് ഭയങ്കരമായി കോപാകുലനായി ഞാൻ വയലൻ്റായി. സത്യസന്ധമായി ഞാൻ തുറന്നു പറയുകയാണ്, ചിലപ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് പോലും കലാശിക്കുന്ന നിലയിലേക്ക് എൻ്റെ അവസ്ഥ വിട്ടുപോയി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ആ രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടവനായി കിടന്ന് ഒരുപാട് സമയങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ കുറച്ചധികം ചിന്തകൾ ഉണ്ടായി. എന്തുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, വെളിപ്പാടുള്ള, ആലോചനയുള്ള, ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ ചില സമയങ്ങളിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ ഞാൻ അധപ്പതിച്ചു പോയി? ഈ ചോദ്യം എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടാൻ തുടങ്ങി. എനിക്കിതിൽ നിന്നൊരു വിമോചനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മ അഭിഷേകം മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ട് സാധ്യതകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ, നമ്മൾ ചടങ്ങിന് ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, വേദോസ്തവം വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുറ തെറ്റാതെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തികളിലേക്ക് അകത്തെ ആത്മീയതയും വിശുദ്ധിയും പരിശുദ്ധാത്മ ശക്തിയും അതേ പുറത്തെ പ്രവർത്തികളിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ ഗൗരവമായി ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു ശലോമോൻ. ജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താ പറയുന്നത്, ആത്മീയത വർദ്ധിക്കണം, ദൈവഭയം വർദ്ധിക്കണം. പക്ഷെ ശലോമോന്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് കേവലം കുറച്ച് അറിവുകൾ, വചനം കുറച്ച് ഹൃദയസ്ഥമാക്കി പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആന്തരികമായ രൂപാന്തരവും ആന്തരികമായ വിശുദ്ധിയും യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകണം. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചു എന്നുള്ളത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് ദൈനംദിന ജീവിതം മുൻപോട്ട് പോകുവാനായിട്ട് കഴിയണം. പല സമയങ്ങളിലും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും അനുഗ്രഹങ്ങളിലും അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ആത്മീയതയെ വിലയിരുത്താറുള്ളത്. ഇത് തെറ്റാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറയാം. എന്താണെന്നറിയാമോ?
കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അന്നാളിൽ അനേകർ എൻ്റെ അടുത്ത് വരും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പല കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേയില്ല. ഞാൻ നിങ്ങളെ ഐ നെവർ ന്യൂ യു എന്നാണ്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. അപ്പം അവിടുത്തെ ഒരു കാര്യം, അതിന് തൊട്ടു മുൻപിലുള്ള വാക്യങ്ങൾ പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക, അവരുടെ പ്രവർത്തികളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പം പാട്ടുപാടിയത് കൊണ്ടോ, ആരാധനയ്ക്ക് വന്നതുകൊണ്ടോ, ആത്മീയതയുടെ ലേബലിൽ നിന്നതുകൊണ്ടോ, ചില അറിവുകളുടെ നിറകുടമായതുകൊണ്ടോ ഒന്നും ആ വ്യക്തി ആത്മീകനാകണമെന്നില്ല. ആന്തരികമായ വിശുദ്ധി യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിക്ക് ദിനംതോറും ലഭ്യമാകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആന്തരികമായ വിശുദ്ധി, ഹൃദയാന്തർഭാഗത്തെ വിശുദ്ധി, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും കൊണ്ടുവരുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. യഥാർത്ഥമായ ഒരു ആത്മീകനാണെങ്കിൽ അവന്റെ കണ്ണുകളും അവന്റെ വാക്കുകളും അവന്റെ പ്രവർത്തികളുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടായിരിക്കും മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിൽ അല്ല പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. തെളിവായിട്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകനായ എലീശയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ശൂനേമിൽ ഒരു ധനികയായ സ്ത്രീ ഉണ്ടായിരുന്നു. എലീശയെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എത്ര മനോഹരമായ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഇങ്ങനെയാണ്: കൂടെ കൂടെയായി ഈ വഴി കടന്നു പോകുന്ന ഈ മനുഷ്യൻ, അതെ, വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. എങ്ങനെ കണ്ടു? അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടോ മാത്രമല്ല, ദിനം പ്രതി ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവൾ ആ ദൈവദാസനെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മോശമായ ഒരു നോട്ടം പോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായി കാണില്ലായിരിക്കും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ഇക്കാര്യത്തിൽ ഗൗരവമുള്ളവരാണ്. ഒരു തെറ്റായ നോട്ടം പോലും പെട്ടെന്ന് തിരിച്ചറിയുവാൻ സ്ത്രീകൾക്ക് കഴിയും. ആ ഒരു കാര്യത്തിൽ സ്ത്രീകൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പുരുഷന്മാർക്ക് അത്രയും അറിയത്തില്ല. ഒരു തെറ്റായ നോട്ടം പോലും, ആ കണ്ണ് മാറുന്നത് പോലും തിരിച്ചറിയുവാൻ അതീവ വിശേഷണ ബുദ്ധി ദൈവം കൊടുത്തവരാണ് ബഹുമാന്യരായ സ്ത്രീജനങ്ങൾ. എനിക്കറിയാം, നല്ല ബന്ധുവും സ്ത്രീകൾ തന്നെയാണ് ഇത് കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റി കിടത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും തൻ്റെ അകത്തെ വിശുദ്ധി നിഴലിച്ചിരുന്നു, റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവപുരുഷനായ, അതെ, വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. അങ്ങനെ കണ്ടതുകൊണ്ടാണല്ലോ ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതും അനുഗ്രഹം കിട്ടിയതും. ഇന്നത്തെ കാലത്ത് ചതിക്കുഴികളിൽ പോയി പുറമേ നിന്ന് പലതും കണ്ടിട്ട് പോയി തലവെച്ച് കൊടുത്ത് പണം പോയി, അയ്യോ അത്ഭുതം കണ്ടുപോയതാ, അടയാളം കണ്ടുപോയതാ, പല കാര്യങ്ങളും കണ്ടുപോയതാ, പ്രവചനം കണ്ടുപോയതാ, ദൂത് കണ്ടുപോയതാ, ഇങ്ങനെയൊക്കെ പോയി പണം നഷ്ടപ്പെട്ടവരും ജീവിതം നഷ്ടപ്പെട്ടവരുമായി എത്രയോ പ്രിയപ്പെട്ടവരെ കാണാം. സാധാരണക്കാരായ മനുഷ്യർക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അമളികളിൽ അവർ പോയി ചാടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്കുണ്ടാകേണ്ടുന്ന ചില തിരിച്ചറിവുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ തന്നെ മറ്റൊരു വാക്കുകൾ ഇത്തരത്തിൽ ചിന്തനീയമാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പവിത്രമായി, നീതിയായി, അനിന്യമായി, ബ്ലെയിംലെസ് എന്നാണ്. ആരോപണങ്ങൾക്കുള്ള അവസരങ്ങൾ പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വിരോധി നിന്നെക്കുറിച്ച് മോശമായത് പറയാതെ, വിരോധികളുടെ മുൻപിൽ പോലും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സാക്ഷ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവനാണ് യഥാർത്ഥമായ ആത്മീകൻ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പണിയുമ്പോൾ അവനെ സമ്പൂർണമായും അവന്റെ സമസ്ത മേഖലകളിലുമാണ് രൂപാന്തരം കൊണ്ടിരുന്നത്. പുറമേയുള്ള ഈ ജഡീക മനുഷ്യനിലും അന്തരാത്മാവിലും ആത്മാവിലും ഹൃദയത്തിലും സമസ്ത മേഖലകളിലും ആ ദൈവകൃപ വ്യാപരിക്കും, വിശുദ്ധി വ്യാപരിക്കും എന്നുള്ളതാണ്. അങ്ങനെയല്ല മുൻപോട്ട് പോകുന്നതെങ്കിൽ അതൊരു വലിയ പതനത്തിന്റെ തുടക്കമാണ്. എത്രയും വേഗം ആ ഗുരുതരമായ പ്രശ്നം മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ഒന്ന് കരയാനും പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും കർത്താവ് നമുക്കിടയാക്കി തീർക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകും.
ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ.